ത്രേതായുഗം മുതൽ കലിയുഗത്തിൻ്റെ ഇന്നേ വരെയുള്ള കാലപ്രവാഹത്തിൻ്റെ നീണ്ട അന്തർധാരയിൽ അരൂപമായും സ്വരൂപമായും പരോക്ഷമായും അപരോക്ഷമായും ഒളിഞ്ഞും തെളിഞ്ഞും ഖണ്ഡാഖണ്ഡങ്ങളായി അനുസ്യൂതം ഒഴുകി എത്തുന്ന കാലപ്രവാഹത്തിന് അതോടുകൂടി സമൂഹവും ചരിത്രവും ആത്മീയവും ഇടകലർന്നും ക്ഷേത്രാരാധനകളും ക്ഷേത്രകലകളും ആചാരങ്ങളും ഉത്സവാദി ആഘോഷങ്ങളും നടന്നു പോന്നതിൻ്റെ എടുത്തു പറയത്തക്ക ഒരു ഉത്തമ ഉദാഹരണമാണ് ആറാട്ടുപുഴ പൂരം അഥവാ പെരുവനം ആറാട്ടുപുഴ പൂരം എന്നറിയപ്പെടുന്ന മഹോത്സവം. കേരളത്തിൻ്റെ സംസ്കാര കേന്ദ്രമെന്നറിയപ്പെടുന്ന മധ്യ കേരളത്തിൻ്റെ കേളി സദനം പോലെ കണക്കാക്കപ്പെടുന്ന ചിരപുരാതനമായ പെരുവനം ഗ്രാമം അതിൻ്റെ ഈറ്റില്ലം തന്നെയാണ്. പെരുവനം എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ ആ പ്രദേശം അതിഘോരമായ വനമായിരുന്നു എന്നും ആ പ്രദേശത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന നിരവധി ശാസ്താക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും വിസ്തൃതമായി വ്യാപിച്ചു കിടന്നിരുന്നു, ഇന്നും കിടക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങൾ വിസ്തൃതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളും ഘോരവനങ്ങൾ തന്നെ ആയിരിക്കണമെന്ന് ഇന്നും ചില പ്രദേശങ്ങൾ ചെന്നു കണ്ടാൽ ഊഹിക്കാവുന്നതാണ്. പ്രസ്തുത ക്ഷേത്രങ്ങളെ ഏകോപിപ്പിച്ച് 108 പരം ദേവീദേവന്മാരെ ഒരേ ദിക്കിൽ സംഗമിപ്പിക്കുക എന്നുള്ളതും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നടത്തുന്നതായിട്ടുള്ള മഹോത്സവങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതും ദശാബ്ദങ്ങളോ ശതാബ്ദങ്ങളോ സഹസ്രാബ്ദങ്ങളോ നീണ്ടുകിടക്കുന്ന അവാച്യമായ പ്രവർത്തനങ്ങളുടെയും കർമ്മപരിപാടികളുടെയും ശ്രമഫലമായിട്ട് മാത്രമാണെന്ന് ഊഹിക്കാവുന്നതാണ്. കേരളത്തിൻ്റെ മധ്യഭാഗത്തായി സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഉദ്ദേശം 16 കിലോമീറ്റർ തെക്കുഭാഗത്തായി കിടക്കുന്ന അതിമനോഹരമായ ഒരു സുന്ദര പ്രദേശമാണ് ആറാട്ടുപുഴ എന്ന ഗ്രാമം. പുണ്യം നിറഞ്ഞു കിടക്കുന്ന ഈ പ്രദേശത്തിന് മറ്റേത് പ്രദേശത്തേക്കാൾ ഉപരി ആത്മീയമായ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാകാൻ ഇടയില്ല. പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന മനോഹര പൂമരങ്ങളും കുട പോലെ നിവർത്തിപ്പിടിച്ചു നിൽക്കുന്ന കേര വൃക്ഷങ്ങളും കദളിവാഴ തോട്ടങ്ങളും നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന ആലില തളിരുകളും സുന്ദര ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടുപോകുന്ന ഇവിടുത്തെ നദിയായ മന്ദാര നദിയിലെ തിരമാലകളുടെ കീർത്തന ആലാപനങ്ങളും കേട്ടുകൊണ്ടാണ് ഈ പ്രദേശം ഉറങ്ങുന്നതും ഉണരുന്നതും. മന്ദാലിനലിൽ കുറുനിരകൾ തീർത്ത് കുഞ്ഞോളങ്ങൾ കുഞ്ഞിക്കൈകളാൽ പറയാലോ
മന്ദാനിലന്റെ കുറുനിരകൾ മന്ദാനിലിൽ കുറുനിരകൾ തീർത്ത് കുഞ്ഞോളങ്ങളുടെ മൃദുകരങ്ങളാൽ ഇരു തീരങ്ങളെയും പുണർന്നുകൊണ്ട് മന്ദമായി ഒഴുകിപ്പോവുകയും തൃപ്രയാറപ്പന്റെ പടിഞ്ഞാറ് വിശക്തു കിടക്കുന്ന മഹാസാഗരത്തിലേക്കുള്ള പ്രയാണം നിരർഗളം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതാണ് ആറാട്ടുപുഴ എന്ന പുഴ. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥ സ്നാനമാണ് മന്ദാരക്കടവ്. ഇവിടെയാണ് സർവ പുണ്യതീർത്ഥങ്ങളുടെ സങ്കേതമായി, സപ്ത നദികളുടെ പുണ്യതീർത്ഥമായി വിലസുന്ന കാശി ഗംഗ പോലും എന്നും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന മന്ദാരക്കടവ്. വാക്കും കടവ് സഹ്യാദ്രിയുടെ മുകളിൽ നിന്നും ഇരു കൈവഴികളായി കാട്ടാറുകൾ ആയി ചാഞ്ചാടിപ്പോരുന്ന രണ്ട് പോഷക നദികളാണ് കുറുമാലിയും മണലിയും. വടക്ക് ഭാഗത്ത് നിന്ന് മണലിപ്പുഴ ഒഴുകിയെത്തുമ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് കുറുമാലിപ്പുഴ ഒഴുകി എത്തുകയും പാലക്കടവ് എന്ന പ്രദേശത്ത് വെച്ച് സംഗമിച്ച് ആറാട്ടുപുഴയായി ഒഴുകുകയാണ് ചെയ്യുന്നത്. ഈ നദിക്ക് ആദ്യ കാലങ്ങളിൽ കവികളുടെ ആറാട്ടുപുഴ എന്ന് വെച്ചാൽ ആറാട്ടുപുഴ ഇവിടെ പ്രാധാന്യം പ്രത്യേകമായി എടുത്തു പറയത്തക്ക ഒന്നാണ്. സഹ്യ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കാട്ടാറുകളായി ഉത്ഭവിച്ച് കളകളം പാടി വന്ന് തെക്കു ഭാഗത്ത് കുറുമാലിപ്പുഴയും വടക്കു ഭാഗത്ത് മണലിപ്പുഴയും ഒന്നിച്ച് ഒഴുകി വന്ന് പാലക്കടവ് എന്ന് പറയുന്ന ആറാട്ടുപുഴയുടെ 2 കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് സംഗമിക്കുകയും അവിടെ നിന്ന് കരുവിന്നൂർ പുഴ എന്ന പുതിയ നാമത്തിൽ ആറാട്ടുപുഴ ഒഴുകി വന്ന് തൃപ്രയാറിൻ്റെ നടയിൽ കൂടി ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചേരുവാൻ വേണ്ടി വ്യഗ്രതയോടെ ഒഴുകിപ്പോകുന്ന ഒരു പുണ്യനദിയാണ് ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ. ഈ നദിക്ക് കവികൾ പോലും പണ്ട് തീവ്ര നദിയെന്നും നന്ദിയാർ എന്നും വേറെ വേറെ പേരുകൾ വിളിച്ചിരുന്നു. പ്രത്യേക അർത്ഥപൂർണമായ വാക്കുകളിലൂടെയാണ് അവർ ഈ പേര് നൽകിയിരുന്നത്. ശ്രീരാമപാദാംബുജം വ്യഗ്രതയോടുകൂടി തലോടി അഭിഷേകം നടത്തി പോകുവാനുള്ള ആ തീവ്രമായ ത്വരയെ കണക്കാക്കിയാണ് തീവ്രനദി എന്ന പേര് വിളിച്ചിരുന്നത് എന്നാണ് പലരുടെയും അഭിപ്രായം. നന്ദിയാറെന്ന പുഴയെ പ്രകീർത്തിച്ചുകൊണ്ട് തൃപ്രയാർ ക്ഷേത്രത്തെ വർണ്ണിച്ചുകൊണ്ട് പല കവികളും കവിതകളിൽ പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആറാട്ടുപുഴ എന്നുള്ള പുഴയ്ക്ക് കരുവിന്നൂർ പുഴ എന്ന സ്ഥാനം ചരിത്രത്തിലൂടെ മാത്രമാണ്
കിട്ടിയിട്ടുള്ളത്. ആറാട്ടുപുഴ എന്ന വാക്കുകൊണ്ട് തന്നെ ആറാട്ടുപുഴ യിലൂടെ ഒഴുകിപ്പോകുന്ന നദിയുടെ പ്രാധാന്യം വളരെ വ്യക്തമായിത്തീരുന്നു. ഈ നദിയുടെ തീരത്താണ് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ സുപ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് പൂരങ്ങൾ നടക്കുന്നതും ദേവമേള, ദേവസംഗമം എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള വിശ്വവിഖ്യാതമായി കൊണ്ടിരിക്കുന്ന പൂരം നടക്കുന്നത്. പൂരം കഴിഞ്ഞിട്ടുള്ള ദേവീദേവന്മാരുടെ ആറാട്ടുകൾ ഇവിടെ നടക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രം മറ്റു നദികളിൽ വെച്ച് പുണ്യനദിയായി പ്രകീർത്തിക്കപ്പെടുവാൻ കാരണമായിട്ടുള്ളതും ആ പേരിൽ തന്നെ ഈ പ്രദേശം അറിയപ്പെടുന്നതും. ഇന്ന് ആറാട്ടുപുഴ എന്ന ഈ പുഴയിൽ ധാരാളം ദേവീദേവന്മാരുടെ, പ്രത്യേകിച്ച് ദേവിമാരുടെ ആറാട്ടുകൾ നടക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ഈ ആറാട്ടുകടവിന് മന്ദാരക്കടവ്, പണ്ട് മണ്ഡാരക്കടവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത് മന്ദാരക്കടവായിട്ട് അറിയപ്പെടുകയാണ്. ഇതിൻ്റെ മുകളിൽ 1/2 കിലോമീറ്റർ മുകൾ ഭാഗത്തായിട്ട് കിഴക്ക് വശത്തായിട്ടാണ് ശാസ്താംകടവ് എന്ന ശാസ്താവിനെ, ഇവിടുത്തെ ദേവനായ ശാസ്താവിൻ്റെ പേര് നിലനിർത്തിക്കൊണ്ടുള്ള കടവ് ശാസ്താംകടവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ആ കടവിന് അത്ര പ്രാധാന്യമൊന്നും കൽപ്പിച്ചു വരുന്നില്ല. പണ്ടുകാലത്ത് ആ കടവിൽ പോയി കുളിച്ച് ശുദ്ധി വരുത്തി അവിടെ നിന്ന് ജലം കൊണ്ടുവന്ന് ആണ് പൂജാരികളും പൂജ നടത്തിയിരുന്നതും മറ്റും ചെയ്തിരുന്നത്. ഒരു കാലത്ത് 108 ദേവീദേവന്മാർ സംഗമിച്ചിരുന്നതായ ഈ ആറാട്ടുപുഴ പാടത്ത് ഭഗവാൻ ശാസ്താവിൻ്റെ തിരുമുറ്റത്ത് പൂരം കഴിഞ്ഞ് ഈ നദിയിൽ വന്ന് ആറാടുക ഒരു കാലത്ത് 108 ദേവീദേവന്മാർ ഇവിടെ വരികയും ഇവിടുത്തെ ദേവനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുമുറ്റത്ത് പൂരങ്ങൾ ആഘോഷിക്കുകയും അതിനുശേഷം ഈ കടവിൽ വന്ന് ആറാടി പോവുകയും ചെയ്യുക ഉണ്ടായിട്ടുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ നദി വളരെ ലോകത്തിൽ തന്നെ ഏറ്റവും പുണ്യപൂർണമായ ഒരു നദിയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ നടക്കുന്ന പൂരത്തോടനുബന്ധിച്ച് 30 മുക്കോടി ദേവീദേവന്മാരും യക്ഷ, ഗന്ധർവ, കിന്നര, പ്രേത, പിശാചുക്കളാദി തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുക്കോടി ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും യക്ഷന്മാരും അതുപോലെ തന്നെ ഭൂതപ്രേത പിശാചുക്കളും ഇവിടെ സന്നിഹിതരാകുകയും അവരുടെ സാന്നിധ്യം എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയും അവർക്ക് ഇവിടെ വന്നു ചേരുന്നതായ അവരുടേതായിട്ടുള്ള പൈതൃകത്തിൽപ്പെട്ട ജനസമൂഹങ്ങളെ കണ്ട് തൃപ്തി അടയുവാനും ഉള്ളൊരവസരം കൂടിയ ഇത് കണക്കാക്കിയിരുന്നു. അതിൻ്റെ പേരിൽ പോലും പലരും ഈ ആറാട്ടുപുഴ പാടത്ത് തങ്ങളുടെ പിതൃക്കൾക്ക് കാഴ്ചവെക്കുവാൻ വേണ്ടി പൂരം കാണാൻ വന്നിരുന്നു എന്നുള്ളത് പോലും
നാം ഊഹിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ അത് ഒരു വാസ്തവം മാത്രമാണ്. അങ്ങനെയുള്ള ഈ പുണ്യനദി സപ്ത ഗംഗകളുടെയും സമൂഹസ്ഥാനമാണ്. എല്ലാ പുണ്യ നദികളുടെയും ഒരു സംഗമ രംഗമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാവുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് പൂരത്തിൻ്റെ മഹത്വം, പൂരത്തിൻ്റെ ആർഭാടം, പൂരത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ദേവീദേവന്മാരുടെ എണ്ണങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടും ആ പുണ്യപ്രവാഹത്തിനും ആ തീർത്ഥത്തിൻ്റെ പരിപാവനത്വത്തിനും യാതൊരു കുറവും വന്നിട്ടില്ല. ഇവിടെ പെരുവനത്ത് അപ്പനായ ഇരട്ടയപ്പൻ ശിവൻ ആറാടിയിരുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് ശിവൻ ആറാടിയിരുന്ന ഈ സ്ഥലത്ത് ഇരട്ടയപ്പൻ്റെ എഴുന്നള്ളിപ്പും പൂരവും ഇല്ലാതിരുന്നിട്ടും ഇവിടെ ശിവസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പലർക്കും അനുഭവവേദ്യമായിട്ടുണ്ട്. ആറാട്ടുപുഴയെ പറ്റി പറയുമ്പോൾ ആറാട്ടുപുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം തന്നെയാണ് ആദ്യമായി പറയപ്പെടേണ്ടതായിട്ടുള്ള ഒരു മഹാസംഭവം. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ എന്നു നടന്നു എന്നൊന്നും യാതൊരു വ്യക്തമായ തെളിവുകൾ നൽകുവാനില്ല. എത്രയോ കാലമായി പല ജ്യോതിഷ പഠനത്തിലൂടെ പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും 500-നും 5000-നും 3000-നും മധ്യേ ഉള്ള കാലഘട്ടമാണ് പല കാലങ്ങളിലും അഷ്ടബന്ധ കലശത്തോടനുബന്ധിച്ച് നടത്തിയതായ ജ്യോത്സ്യ ഗണിതപ്രകാരം കണക്കാക്കപ്പെട്ടു പോരുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇത് ഗജപൃഷ്ഠമായ ഒരു ശ്രീകോവിലാണ് ഇതിനുള്ളത്. ഈ ഗജപൃഷ്ഠമായ ശ്രീകോവിൽ തന്നെ ഉള്ളിൽ 2 ഭാഗത്തായി ഗർഭഗൃഹവും ത്തിലാണ് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ദേവൻ പല വിധത്തിലും പല ഭാവത്തിലും പലരും കണക്കാക്കി പോരുന്നുണ്ടെങ്കിലും ശ്രീ സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ധർമ്മശാസ്താവ്, ശ്രീഭൂതനാഥൻ എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പൂരത്തോടനുബന്ധിച്ചോ മറ്റോ എന്തോ ചില കാരണങ്ങളാൽ വസിഷ്ഠൻ എന്ന സങ്കല്പവും ഇവിടെ ഭാവന ചെയ്ത് പോരുന്നുണ്ട്. ഈ കഴിഞ്ഞ 1970-ലെ ജ്യോത്സ്യ നിർണയത്തിൽ കണ്ടതായ ഒരു ഉദാഹരണ പ്രകാരം ആചാര്യ സ്ഥാനത്ത് അർഹിക്കുന്നതായ വൈഷ്ണവ ചൈതന്യത്തിനും അതുപോലെ തന്നെ ശാസ്താ ചൈതന്യത്തിനും ഒരേ രൂപത്തിലുള്ള, ഒരേ ശക്തിയിലുള്ള, ഒരേ പ്രാഭവത്തിലുള്ള ചൈതന്യമാണ് ഇവിടെ പ്രോജ്വലിച്ച് നിൽക്കുന്നത് എന്ന് കാണുവാൻ സാധിച്ചതിനാൽ തുല്യ സ്ഥാനമാണ് വസിഷ്ഠ സങ്കല്പത്തിനും ധർമ്മശാസ്ത്ര സങ്കല്പത്തിനും ഇവിടെ പറയപ്പെടുന്നത്. ഗർഭഗൃഹവും മറ്റ് ക്ഷേത്ര ശ്രീകോവിലും തെറ്റിയവിടെ ശ്രീകോവിലും കഴിഞ്ഞാൽ ചുറ്റുപാടും നാലമ്പലം ആണ്. തെക്ക്
കിഴക്ക് ഭാഗത്തായി തടപ്പള്ളിയുണ്ട്. നാലമ്പലത്തിന് പുറമെ ചുറ്റും നാലമ്പലത്തിൻ്റെ കൂടാതെ ശ്രീകോവിലിൻ്റെ മുൻഭാഗത്ത് വിചിത്ര പണികളോടുകൂടിയ മുഖമണ്ഡപം ഉണ്ട്. അതിന് പുറമെ പുറത്തു ഭാഗത്തായി വിളക്കുമാടത്തറയും ഉണ്ട്. ധാരാളം ദീപങ്ങൾ, സഹസ്ര കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള മനോഹരമായ ആ ദീപസ്തംഭ രൂപം വളരെ മനോഹരമാണ്. ഇപ്പോൾ പിച്ചള പൊതിഞ്ഞ് വളരെ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുള്ള ഒരു സംഭവം ഈയിടെ ഉണ്ടായിട്ടുണ്ട്. അതിനും പുറത്ത് ഒരു കാലത്ത് കൂത്ത് നടത്തിയിരുന്നതായി പറയപ്പെടുന്ന ഒരു ചെറിയ തറ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വടക്ക് മൂലയ്ക്കിലായി ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് നടന്ന ജ്യോത്സ്യ സംബന്ധമായ നിർദ്ദേശപ്രകാരം ഈ കൂത്തമ്പലം ജീർണിച്ച് നശിച്ചു കിടക്കുന്നത് പുനരുദ്ധരിപ്പിക്കണമെന്നും അതിനുവേണ്ടി അവിടെ പ്രത്യേകമായി സ്ഥാനം കുറച്ചുകൂടി വടക്കോട്ട് മാറ്റി ഒരു കൂത്തമ്പലം നിർമ്മിക്കാനുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ആണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അടുത്ത കാലത്ത് ചെമ്പോല പൊതിയുക തുടങ്ങിയ നട വാതിലുകൾ പിച്ചള പൊതിയുക തുടങ്ങിയതായിട്ടുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഗജപൃഷ്ഠ കൂടാതെ ചുറ്റും മതിൽ കെട്ടി ബന്ധവസ്ഥമാക്കിയിട്ടുള്ള സ്ഥലമാണ് ക്ഷേത്രം. പടിഞ്ഞാറ് ഭാഗത്തായി ഗോപുര ഉണ്ട്. ആ ഗോപുരത്തിൽ നിരവധി മനോഹരമായ ചിത്രപ്പണികൾ കാണാൻ സാധിക്കും. അതിനോടനുബന്ധിച്ച് തെക്കു ഭാഗത്ത് പത്തായപ്പുര ക്ഷേത്രം വക ഓഫീസ് തുടങ്ങിയ എല്ലാ ക്ഷേത്രോചിതമായിട്ടുള്ള നിർമ്മിതികൾ അടങ്ങിയതായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ആറാട്ടുപുഴ ക്ഷേത്രം. അതിൻ്റെ പടിഞ്ഞാറ് വശത്തായി ക്ഷേത്രത്തിലെ ദർശനം തന്നെ പടിഞ്ഞാറോട്ടാണ്. അതിൻ്റെ പടിഞ്ഞാറ് വശത്തായി ക്ഷേത്രാങ്കണവും തുടർന്ന് വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിസ്തൃതമായി കിടക്കുന്ന പൂരപ്പാടവും വിശാലമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് 108 പരം ആനകൾ അണിനിരക്കത്തക്ക വിധത്തിലുള്ള വളരെ വിസ്തൃതമായ ഒരു പാടമായിരുന്നു. നെൽവയൽ ആണെന്നുണ്ടെങ്കിലും ഇത് പൂരത്തിന് യാതൊരു വിധത്തിലും പൂരത്തെ ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു കൃഷി പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നും അത് പുലർന്നു പോരുന്നു. പൂരപ്പാട് നികത്താൻ ആര് തന്നെ ശ്രമിച്ചാലും നിലവിലുള്ള കമ്മിറ്റികൾ അതിന് അനുവാദം നൽകുന്നതല്ല. അങ്ങനെ പൂരവും ക്ഷേത്രവും ഇവിടെ നടക്കുന്നതായ മറ്റ് ദേവമേളയോടനുബന്ധിച്ച് നടക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഈ നാട്ടുകാരുടെ ജീവനായി പരിപാലിച്ചു പോരുന്നതും
ആ ആധ്യാത്മിക പ്രഭാവം എല്ലാ നാട്ടുകാരിലും അവരുടെ സ്വന്തം ഒരു വികാരമായി അത് കണക്കാക്കി പോരുകയും ഉത്സാഹിച്ചു പോരുകയും അതിൻ്റെ ഫലമായി ഉത്തരോത്തരം പൂരം അതിഗംഭീരമായി വികസിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ഇതിനു മുന്നേ പറഞ്ഞ രൂപത്തിൽ ശനിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ അയ്യപ്പൻ്റെ സങ്കല്പവും ഒപ്പം തന്നെ വ്യാഴത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ആചാര്യൻ്റെ പദവിയും ഒന്നു ചേർന്ന് സമമായി ശോഭിക്കുന്ന ഒരു സ്ഥിതിയിലാണ് പറയപ്പെടുന്നത്. ശിവന്റെയും വിഷ്ണുവിൻ്റെയും ചൈതന്യമായ അയ്യപ്പൻ്റെ സങ്കല്പം ഉള്ളതിനാൽ ഇവിടെ കൈലാസവും വൈകുണ്ഠവും ഒന്നുചേരുന്നു. എന്നാൽ വസിഷ്ഠന്റെ സങ്കല്പം അലിഞ്ഞു ചേർന്ന് ലയിച്ചു കെടുക്കുന്നതിനാൽ വസിഷ്ഠ താതനായ നാൻമുഖന്റെ ബ്രഹ്മലോകത്തിൻ്റെ സാന്നിധ്യവും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാവാൻ ഇടയില്ല. ത്രിമൂർത്തികളുടെ സങ്കല്പം ഇവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ യുക്തിപൂർവം ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ഇവിടെ പ്രതിഷ്ഠ ഇരുന്നിട്ടുള്ള പ്രതിഷ്ഠയാണ്. ശാസ്താവ് തൻ്റെ ഇടതുകാല് വലതുഭാഗത്തേക്ക് മടക്കി വലത് കാല് മുട്ടുമടക്കി ഇരിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ്. ഇടതു കൈയ്യ് ഇടത് കാലിൻ്റെ തുടമേൽ വയ്ക്കുകയും വെച്ചുകൊണ്ടും വലതു കൈയ്യ് വലതുകാലിൻ്റെ മടക്കിയിട്ടുള്ള മുട്ടിൻ്റെ മേൽഭാഗത്ത് സ്വൽപ്പം മടക്കി വെച്ചുകൊണ്ട് അതിൽ സാളഗ്രാമമോ താമരമൊട്ടോ എന്തോ ആണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാൻ വയ്യാത്ത വിധത്തിലുള്ള എന്തോ ഒരു വസ്തുവും കൂടി അടങ്ങിയിട്ടുള്ള ഒരു മുദ്രയിലാണ് ഇരിക്കുന്നത്. കാലും ശരീരവുമായി ബന്ധിച്ചിട്ടുള്ള യോഗബന്ധവും കാണാൻ സാധിക്കും. മുഖം വളരെ മനോഹരവും ബാലിശവുമാണെങ്കിലും ചന്ദനം ചാർത്തും മാലയുമെല്ലാം ചാർത്തിക്കഴിഞ്ഞാൽ തികച്ചും ഒരു ശൈശവ സന്യാസിയുടെ രൂപത്തിലുള്ള ഒരു ഭാവമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ധാരാളം ഒരു കലാകാരൻ്റെ എന്ന പോലെയുള്ള കൊണ്ട തിരുമുടിയാണ് പിന്നോട്ട് കുനുകുന്തളങ്ങൾ പോലെ അലഞ്ഞുലഞ്ഞു കിടക്കുന്നത്. ധാരാളം ശരീരമാകെ ധാരാളം ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കൊത്തിയിട്ടുള്ള രൂപവും കാണാൻ സാധിക്കുന്നുണ്ട്. സങ്കല്പം ശാസ്താവിൻ്റേതായത് കാരണത്താൽ നീലവസ്ത്രധാരിയും സ്വർണ്ണകളേബരനുമായ ശാസ്താവ് പലതരത്തിലും അറിയപ്പെടുന്നുണ്ട്. നീല നിറമാണ് ശാസ്താവിൻ്റെ നിറം എന്നും പറയപ്പെടുന്നുണ്ട്. എന്തോ ആവട്ടെ,
അത് വിട്ട് ഒരു സങ്കല്പം ബാണധനുഷോട് കൂടിയിട്ടുള്ള ഒരു നെൽപ്പാണ് സങ്കല്പിച്ചു പോരുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ സ്വല്പം ഇടതുഭാഗത്തേക്ക് നീങ്ങി ഒരു തറ ഉണ്ട്. ആ തറയിൽ നിന്നുകൊണ്ടാണ്, വില്ലു കുത്തി നിന്നുകൊണ്ടാണ് ശാസ്താവ് നിൽക്കുന്നത്, തൻ്റെ പ്രജകളെ സംരക്ഷിച്ചു പോരുന്നത് എന്നാണ് സങ്കല്പം. ഒരു കയ്യിൽ, വലതു കയ്യിൽ ശരവും ഇടതു കയ്യിൽ അമ്പുമായി, വില്ലുമായി ശാസ്താവ് ശോഭിക്കുകയാണ്. പൂരത്തോടനുബന്ധിച്ചുള്ള കോലങ്ങളിലും മറ്റും ആ രൂപമാണ് പ്രതിപാദിച്ച് കാണുന്നത്. അങ്ങനെ സർവാഭീഷ്ടദായകനായ ശാസ്താവ് സർവ ഐശ്വര്യദായകനും സർവ ഈശ്വരകാരകത്വം വഹിക്കുന്ന ആളുമായതിനാൽ എല്ലാ ദേവീദേവന്മാരും തൻ്റെ മുൻപിൽ വണങ്ങി ആശീർവാദങ്ങൾ വാങ്ങി മടങ്ങിപ്പോകുന്നു. എല്ലാവർക്കും വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള സങ്കല്പം പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ ദേവനൊഴിച്ച് മറ്റൊരു പ്രതിഷ്ഠയും ഇവിടെ അനുവദനീയമല്ല എന്നുള്ളതാണ്. ഒരു ഗണപതിക്ക് പോലും പ്രത്യേകമായി സ്ഥാനമോ പ്രതിഷ്ഠയോ ഇവിടെയില്ല. മറ്റൊരു ദേവീദേവന്മാരെയും ഈ ക്ഷേത്രത്തിൻ്റെ അന്തർഭാഗത്ത് വെച്ച് പൂജ ചെയ്യുന്നത് ദേവന് അസഹ്യമാണ്. അത്തരത്തിലുള്ള പ്രത്യേകതയാണ്. എന്നാൽ സംഗീത, സാഹിത്യ, നൃത്ത അത് തുടങ്ങിയ കലകളിൽ വളരെയധികം തൽപരനാണ്. എപ്പോഴും പുരാണ പാരായണങ്ങളും പ്രഭാഷണങ്ങളും തുടങ്ങിയതായ ശാസ്ത്രീയവും ക്ലാസിക്കലുമായിട്ടുള്ള കലകളോട് പ്രത്യേക പ്രതിപത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവനാണ്. ശാസ്താവിൻ്റെ പൂജാക്രമങ്ങൾ പ്രത്യേക തരത്തിലുള്ളതാണ്. പുലർച്ചെ ശംഖാഭിഷേകവും എല്ലാം കഴിയുന്നതോടുകൂടി ഇളനീരാട്ടം ഇവിടുത്തെ പ്രത്യേകതയാണ്. ആ ഇളനീര് ആടുക എന്നുള്ളത് ഇവിടുത്തെ ദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മറ്റ് ശാസ്താക്കന്മാർക്ക് എന്ന പോലെ തന്നെ നാളികേരം ഉടയ്ക്കലും ഇവിടുത്തെ ദേവന് വളരെ ഇഷ്ടപ്പെട്ടതാണ്. കാലത്ത് 4:30 മണി മുതൽ ഏകദേശം 10 മണി വരെയുള്ള ത്രികാല പൂജകൾ വളരെ ഭംഗിയായി ഇവിടെ നടത്തിവരുന്നു. സന്ധ്യാസമയത്തുള്ള ദീപാരാധനയും എല്ലാം കൃത്യമായി തന്നെ നടത്തിപ്പോരുന്നു. ഇവിടുത്തെ ദേവന് സാധാരണ ചെത്തി, മന്ദാരം, തുളസി തുടങ്ങിയ ഉത്തമ പുഷ്പങ്ങള കൊണ്ട് മാത്രമാണ് പൂജകൾ നടത്തുന്നത്. ഇവിടുത്തെ നിവേദ്യങ്ങളിൽ സാധാരണ പ്രധാനപ്പെട്ടത് പായസം, നെയ്പായസം, വിളക്കുവയ്പ്, മാല, നെയ്വിളക്ക് തുടങ്ങിയ നിരവധി വഴിപാടുകൾ. കുട്ടികളെ ചോറൂണ് കൊടുക്കുക, അതുപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇവിടെ നടത്തുന്നു. കൂടാതെ തിരൂട്ട് എന്ന് പറയുന്ന
അട വഴിപാട് സാധാരണ ചെറിയ അട കൊണ്ടുണ്ടാക്കുന്നതായിട്ടുള്ള ആ വഴിപാടിനെയാണ് തിരൂട്ട് എന്ന് പറയുക. ഇതിന് പുറമെ സർവകാര്യസിദ്ധിക്കായി അട വഴിപാട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഈയിടെയായി ഏറ്റവും ധാരാളം വഴിപാടുകൾ നടക്കുന്നതിൽ ഒന്നാണ് അട വഴിപാട്. ഈ പ്രദേശത്തു നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വിവിധ VIP-കൾ പോലും ഇവിടെ വന്ന് അട കഴിച്ച് അവരുടെ ഇഷ്ടകാര്യസിദ്ധി നേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇവിടങ്ങളിലുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. കൂടാതെ എള്ളുതിരി കത്തിക്കൽ, ചന്ദനം ചാർത്ത്, തുലാഭാരം, ശബരിമല മണ്ഡലക്കാലമായാൽ മാല ഇടുന്നതിനും മാല ഊരുന്നതിനും ഇവിടെ ഭക്തജനങ്ങൾ വന്നുകൂടാറുണ്ട്. പണ്ടുകാലത്ത് ക്ഷേത്രത്തിന്റെ പുറത്ത്, നാലമ്പലത്തിന് പുറത്ത് ഒരു വലിയ ബലിക്കല്ല് പോലെ അവിടെ ഒരു ശില കിടക്കുന്നുണ്ട്. ആ ശിലയിൽ ധാരാളം നാളികേരം, നൂറുകണക്കിന് നാളികേരം കൊണ്ടുവന്ന് ഭക്തജനങ്ങൾ അവരവർ തന്നെ ഉടച്ച് വഴിപാട് ആയിട്ട് നടത്തുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വളരെയധികം ചുരുങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ആണ്ടുവിശേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായി ചിങ്ങപ്പുലരി പ്രധാന പൂജകളും മറ്റും നടത്തിവരുന്നു. കന്നി മാസം ആയാൽ ഇന്ന് മഹാനവമി വളരെ ഗംഭീരമായി വിവിധ കലാപരിപാടികളോടുകൂടി പുറത്ത് നടത്തുമ്പോൾ അകത്ത് സരസ്വതിക്ക് പൂജയും മറ്റ് പുസ്തകവും മറ്റ് നിവേദ്യങ്ങളും സമർപ്പിച്ച് എഴുത്തിന് ഇരുത്തുക എന്ന ചടങ്ങ് ഇവിടെ നടന്നു വരുന്നുണ്ട്. കൂടാതെ പ്രായമായവരും വിളക്കുമാടത്തിന് ചുറ്റുമുള്ള തറയിൽ മണൽ വാരിയിട്ട് അവരുടെ ഭാഷ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഏതേതെല്ലാം ഭാഷകൾ അവർക്കറിയാമോ അതിലെല്ലാം എഴുതി വിദ്യാരംഭം കുറിക്കുക എന്നുള്ളത് ഇവിടുത്തെ സാധാരണ കാര്യമാണ്. തുടർന്ന് വൃശ്ചിക മാസം പുലർന്നാൽ മണ്ഡലകാലമായി. മണ്ഡലകാലത്തിൽ എല്ലാ ദിവസവും ഇവിടെ വിശേഷാൽ പൂജകളും ഒരു കാലത്ത് ഈശ്വരസേവ, ഓത്തൂട്ട്, വാരം തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ, ചടങ്ങുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയതായി വന്ന ഭൂപരിഷ്കാരത്തിന്റെ ഫലമായി ക്ഷേത്ര വഴിപാടുകളിൽ വളരെയധികം കുറവ് സംഭവിച്ചതിനാൽ വാരം ഇരിക്കുക എന്നുള്ളത്, അങ്ങനെ തുടങ്ങിയ പല ചടങ്ങുകളും ഈശ്വരസേവ, വാരം ഇരിക്കുക എന്നുള്ളത് ഇപ്പോൾ അധികം നടത്തിപ്പോരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വിശേഷം എടുത്തു പറയുന്നത്
ഇവിടുത്തെ പൂരം തന്നെയാണ്. ആറാട്ടുപുഴ പൂരം വിശ്വപ്രസിദ്ധമായിട്ടുള്ള പൂരമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശേഷം ജൂൺ മാസത്തോടുകൂടി ഇവിടെ പ്രതിഷ്ഠാദിനം വളരെ ഗംഭീരമായി ആചരിച്ചു വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള പൂജാദികളും എഴുന്നള്ളിപ്പും സർവ്വസാധാരണയാണ്. തുടർന്ന് കർക്കിടക മാസത്തിൽ വരുന്ന തൃപ്പുത്തരി, ഇങ്ങനെ തുടങ്ങിയ നിരവധി ഇല്ലന്നറ തുടങ്ങിയ നിരവധി മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മാതിരി തന്നെ അതിലും പല കാര്യങ്ങളിലും വിശേഷപ്പെട്ട രീതിയിൽ തന്നെ ഇവിടെ നടന്നു വരുന്നു. മറ്റൊരു വിശേഷം എടുത്തു പറയത്തക്ക വിധത്തിലുള്ളത് ഇവിടെ പല്ലിശ്ശേരി ക്ഷേത്രത്തിൽ നടക്കുന്ന പത്താമുദിയ വേലയോടനുബന്ധിച്ച് ഉള്ള ഒരു ചടങ്ങാണ്. 41-ാം ദിവസം പല്ലിശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു വരുന്നു. എന്നാൽ ഒരു പ്രത്യേകതയുള്ളത് പല്ലിശ്ശേരിയിലെ ഉപദേവനായ കാരണവരെയാണ് ആറാട്ടുപുഴയിലേക്ക് കൊണ്ടുവരുന്നത്. പല്ലിശ്ശേരി ഭഗവതി ഊരകത്ത് ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ തിടമ്പും കൊണ്ട് വരുവാൻ വെളിച്ചപ്പാട് കോമരം അടക്കം പോകുമ്പോൾ കാരണവരുടെ കോമരം ആറാട്ടുപുഴയിലേക്ക് വരികയും ക്ഷേത്രം വലം വെച്ച് വിളക്ക് വെച്ച് നാദസ്വര മേള ലഹരിയിൽ ധാരാളം താലത്തോടുകൂടി പല്ലിശ്ശേരിയിലേക്ക് പോവുകയും പത്താമുദിയ വേല അവിടെ നടത്തുകയും ചെയ്യുന്നു. ഒരു കാലത്ത് പത്താമുദിയ വേല നടത്തുക എന്നുള്ളത് ആറാട്ടുപുഴക്കാരുടെ ആറാട്ടുപുഴ തട്ടകത്തിൻ്റെ വകയാണ്. എന്നാൽ ഇന്ന് ഭാഗികമായി അതിൽ സഹകരിച്ചുകൊണ്ടാണ് വരുന്നത്. ഇതുതന്നെ മറ്റൊരു രൂപത്തിൽ കുംഭഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന വൈകുന്നേരവും കുംഭഭരണിക്ക് രാത്രി 9 മണിക്ക് ഇതേമാതിരി തന്നെ കാരണവരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് താലപ്പൊലിയോടുകൂടി നാസരത്തോടുകൂടി പോവുകയും ചെയ്യുന്നു. എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു സംഭവം ഇന്ന് നടപ്പിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു സംഭവം. പല്ലിശ്ശേരിയിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് കാരണവരുടെ വെളിച്ചപ്പാട് ചോരിഞ്ചെഴുത്ത് മനയ്ക്കൽ ചെല്ലുകയും ചോരിഞ്ചെഴുത്ത് മനയ്ക്കൽ ചെന്ന് അവിടെ മൂടിവെച്ച 2 കിണ്ടികളിൽ വെച്ചിട്ടുള്ള പദാർത്ഥത്തിൽ ഒന്ന് വെള്ളവും ഒന്ന് പാലും ആയിരിക്കും. അത് മൂടി വെച്ച കാരണത്താൽ അതിൻ്റെ ഉള്ളിലുള്ള വസ്തുവിനെ കാണാൻ സാധിക്കില്ല. കാരണവർ ചെന്ന് ആദ്യമായി എടുക്കുന്നത് വെള്ളം ഉൾക്കൊണ്ടിട്ടുള്ള കിണ്ടിയായിരിക്കും. അതെടുത്ത് കാല് കഴുകി അതിനുശേഷം പാൽ വെച്ചിട്ടുള്ള ആ പാത്രമെടുത്ത് പാൽ കുടിച്ച് മടങ്ങിപ്പോവുക എന്ന ഒരു ചടങ്ങുണ്ട്. ഇന്നേ വരെ കേൾവിയിൽ ഈ മുറ ഒരിക്കലും തെറ്റിയിട്ടില്ല, ഈ സംഭവത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് മനയ്ക്കൽ ഉള്ളവരും മറ്റ് പൂർവികരായിട്ടുള്ള പലരും പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ കോമരം ഇല്ലാത്ത സമയത്ത് ആ ചടങ്ങ് നടക്കാറും ഇല്ല.
ഈ ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ പ്രധാന തന്ത്രിയായി പെരുമനത്ത്, കുന്നത്തൂര്, പടിഞ്ഞാറ് ഇടത്ത് തന്ത്രിക്കാണ്, ബട്ടേരി പഴുമാരിക്കാണ് എൻ്റെ അവകാശം. ഇന്ന് KPC നാരായണൻ ബട്ടേരിപ്പാട് എന്ന മാഷാണ് എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടും ഭംഗിയായും നടത്തിപ്പോരുന്നത്. ഇവിടെ ക്ഷേത്രഭരണം ഒരു കാലത്ത് നടത്തിയിരുന്നത് 8 ഊരാളന്മാരടങ്ങിയ ഒരു സംഘമാണ്. 8 പേരുടെ ഊരാളന്മാരുടെ ഇതായിരുന്നു ഈ ക്ഷേത്രം എന്നാണ് പൂർവികർ പറഞ്ഞു കേൾക്കുന്നത്. അതിൽ 3 ഇല്ലക്കാർ സ്ഥലം വിടുകയോ അന്യം വന്നു പോവുകയോ ചെയ്തതിന് ശേഷം 5 ഇല്ലക്കാരാണ് ഈ ക്ഷേത്രഭരണം നടത്തിപ്പോന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഈ 5 ഇല്ലക്കാർ, ഒന്ന് മാടമ്പ് മനക്കാർ ആണ്. രണ്ടാമത്തേത് ചോരിഞ്ചേടത്ത് ഇളമണ്ണ, മാളമ്പ് ഇളമണ്ണ എന്നും പറയും. കപ്ലിങ്ങാട്ട് മന, ചിറ്റിശ്ശേരി കപ്ലിങ്ങാട്ട് എന്നാണ് പൊതുവിൽ പറയുന്നത്. കരോളിൽ മന, അതും ഇളമണ്ണാണ്. കരോളിൽ ഇളമണ്ണ്, ഓട്ടുമേക്കാട്ട്. ഇങ്ങനെ 5 ഇല്ലക്കാരാണ് ക്ഷേത്രഭരണം കൈയാളിയിരുന്നത്. എന്തൊക്കെയോ കാലചക്രത്തിൻ്റെ തിരിച്ചലിൽ ഇല്ലക്കാർ തമ്മിൽ സ്വല്പം എല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കൊച്ചി ദേവസ്വം ബോർഡ് നിലവിൽ വന്നതിന് ശേഷം അന്നത്തെ ബോർഡ് കമ്മീഷണർ ആയിരുന്ന എളമന കൃഷ്ണമേനോൻ എന്ന് പറയുന്ന അദ്ദേഹം ഉദ്യോഗസ്ഥൻ 1173 കുംഭം 17-ാം തീയതി ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് ഏറ്റെടുത്തുണ്ട്. എന്നാൽ ഇതിൽ കരോളിൽ ഇളവണ്ണ മനക്കാര് ഇതിന് സമ്മതം മൂളാത്തതിനാൽ, ഒപ്പിട്ട് കൊടുക്കാത്തതിനാൽ ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് വളരെ കാലം നിലനിന്നു പോന്നിരുന്നത്. ഇപ്പോൾ അത്തരം വ്യത്യസ്തകളൊന്നും ഇല്ലെന്നാണ് അറിവ്. ഇതിനു മുന്നേ പറഞ്ഞ വിധത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവം ആറാട്ടുപുഴ പൂരം തന്നെയാണ്. പൂരക്കാലം ആയാൽ ഇന്ന് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടുകൂടി സാമ്പത്തിക സഹായം നിർലോഭം ഉണ്ടാവുകയും അത് സുഗമമായി പൂരം നടത്തിപ്പിനു വേണ്ടി 2-3 മാസം മുന്നേ വളരെ ചുറുചുറുക്കോടുകൂടിയ 100 കണക്കിന് ചെറുപ്പക്കാർ യോഗം കൂടി പൂരം നടത്തിക്കുവാൻ തീരുമാനിക്കുന്നു. ഭീമമായ സംഖ്യ പിരിവ് നടത്തിയാണ് ഇന്ന് വിശ്വോത്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്ന ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ
പൂരം ആരംഭിക്കുന്നത് ഇവിടെ മകീരം പുറപ്പാടാണ്. മകീരം പൂരം നാളിന് 7 ദിവസം മുന്നേ ഉള്ള മകീരം പുറപ്പാടോടുകൂടി പൂരം കൊടികയറ്റം നടത്തുന്നു. വൈകുന്നേരം മകീരം ദിവസം വൈകുന്നേരം നാട്ടുകാർ കഴുങ്ക് വെട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ ശരിയായ ഉത്തരവാദിത്വപ്പെട്ട ആശാരി കഴുങ്ക് വളരെ ഭംഗിയായി ചെത്തി കൊടുക്കുകയും വിളക്ക് നിറപറ മുതലായ വെച്ചിട്ടതിന് ശേഷമാണ് ആചാരത്തോടെയാണ് ആ കഴുങ്കയറ്റം നടത്തുന്നത്. അതിനുശേഷം നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇടവിട്ട് 7 തട്ടായി മാവ്, ആല് എന്നിവയുടെ ഇലകൾ കെട്ടി ഭംഗിയാക്കി കൊടികയറ്റം നടത്തുന്നു. തുടർന്ന് യാതൊരു അലങ്കാരങ്ങളുമില്ലാത്ത കരക്കെട്ടോ മറ്റൊന്നും കെട്ടാത്തതായിട്ടുള്ള ഒരു ആനയെ നടയിൽ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് ഊരായ്മയിൽപ്പെട്ട ഒരു തിരുമേനി ആനപ്പുറത്ത് കയറി 7 കണ്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, ഒരു പ്രധാനപ്പെട്ട പൂരത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണത്. അവിടം വരെ ഒരു കുത്തുവിളക്കുമായി നിശബ്ദമായി പോവുകയും അവിടെ ചെന്ന് ആർപ്പുവിളോടുകൂടി ശംഖു വിളിച്ച് മേളം കൊട്ടി പാണ്ടി നട കൊട്ടി ആർപ്പുവിളിയോടുകൂടി നടാനടേ നടപ്പു എന്ന ആർപ്പുവിളിയോടുകൂടി തിരിച്ചു വന്ന് കൊടിമരത്തിൻ്റെ അടുത്ത് വന്ന് ദേവനെ തൊഴുത് ആന മടങ്ങിപ്പോകുന്നു. അതിനുശേഷം കഴകന്മാരാര് ക്ഷേത്രത്തിൻ്റെ ഉമ്മറപ്പടിയിൽ ഉമ്മറത്തുള്ള വാതിലിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഊരാളന്മാരോട് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം പുറപ്പാടിന് ഊരാളന്മാരെല്ലാം മണ്ഡപത്തിലെത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുകയും അതിനുശേഷം മറുപടി കിട്ടിയതിന് തുടർന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം പുറപ്പാടിന് കുമ്പിടാന്മാരെല്ലാം ഗോപുരത്തിങ്കലെത്തിയിട്ടില്ലേ എന്ന് 3 ആവർത്തി വിളിച്ചു ചോദിക്കുകയും തുടർന്ന് വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം പുറപ്പാടിന് കൊട്ടട്ടെ എന്ന് 3 പ്രാവശ്യം തന്ത്രിയോട് ചോദിക്കുകയും തന്ത്രി അനുവാദം കൊടുത്തതിന് ശേഷം ആരാര് വിളക്കും നിറയും വെച്ചിട്ടുള്ളതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കൊട്ടുകയും ചെയ്യുന്നു. അതോടുകൂടി കൊടിയേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാരം നടന്നു കഴിഞ്ഞു. തുടർന്ന് പടിഞ്ഞാറ് നടയിൽ ആലിന് സമീപം ഇവിടെ പതിവ് അവകാശപ്പെട്ട കുറുപ്പ്, വിൽക്കുറുപ്പ്, വില്ലും അമ്പും കൊണ്ടുവരികയും വിളക്കും നിറയും വെച്ച് അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രദക്ഷിണം വെച്ച് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം പുറപ്പാടിന് അമ്പും വില്ലും വയ്ക്കട്ടെ എന്ന് വിളിച്ചു ചോദിക്കുകയും 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കുകയും അനുവാദം കിട്ടി അത് വയ്ക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവകാശിയായ മറ്റൊരു കൂട്ടർ വാളും പരിചയം കൊണ്ടുവന്ന് ഇതേ പ്രകാരം തന്നെ
പ്രദക്ഷിണം വെച്ച് വിളക്ക് പ്രദക്ഷിണം വെച്ച് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം പുറപ്പാടിന് വാളും പരിചയം വയ്ക്കട്ടെ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ച് വാളും പരിചയം വയ്ക്കുകയും അതോടുകൂടി കൊടികയറ്റം എന്ന് പറയുന്ന ചടങ്ങ് അവസാനിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശാസ്താവ് പുറത്തേക്ക് പോകുമ്പോൾ എന്നും എപ്പോഴും ഈ അമ്പും വില്ലും അതുപോലെ തന്നെ വാളും പരിചയം കൂടെ ഉണ്ടായിരിക്കും. അത് ആചാരത്തിൽപ്പെട്ട കാര്യമാണ്. മഹീരം കൊടിയേറ്റം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രത്യേകമായ ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിനു മുന്നേ മഹീരത്തിൻ്റെ തലേ ദിവസം ശുദ്ധിയും വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. കൂടാതെ കൊടികയറ്റ ദിവസം മുതൽ ശ്രീഭൂതബലി, നവകം തുടങ്ങിയതായിട്ടുള്ള ക്ഷേത്രസംബന്ധമായിട്ടുള്ള സ്പെഷ്യൽ പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും പൂജകളും നിത്യേന നടന്നുകൊണ്ടിരിക്കും. അതെല്ലാം സർവ്വസാധാരണയാണ്. തിരുവാതിര ദിവസത്തിൻ്റെ പിറ്റേ ദിവസം പുലർച്ചെ പുണർത്തത്തിൻ്റെ കാലത്ത് പുലർച്ചെ 2 മണിയോടുകൂടി ശാസ്താവ് പുറപ്പെടുകയായി. ശാസ്താവിൻ്റെ തിരുവാതിര പുറപ്പാടാണ്. 5 ആനയോടും പുതുപുത്തൻ ആഭരണങ്ങളോടും കൂടി അതിഗംഭീരമായിട്ടുള്ള പുറപ്പാടാണ് മതിൽക്കകത്ത് നടക്കുന്നത്. ധാരാളം മണ്ഡപത്തിൽ ധാരാളം പറകളും അരി, നെല്ല്, ശർക്കര, പഴം, പൂവ് ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള വിവിധ തരത്തിലുള്ള പറകൾ അണിനിരത്തുകയും അതിനുശേഷം ശാസ്താവിനെ 3 മണിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും എഴുന്നള്ളിച്ചതിന് ശേഷം വിളക്കാചാരം ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി വിളക്കാചാരം എന്ന് പറയുന്ന ചടങ്ങുകൾ വടക്കു ഭാഗത്തായും കിഴക്കു ഭാഗത്തായും നടക്കുന്നു. 2 പ്രദക്ഷിണത്തിലൂടെ വിളക്കാചാരം അവസാനിക്കുന്നതോടുകൂടി കേളിപ്പറ്റ് തുടങ്ങുകയായി. കേളി, ചെണ്ട മേലുള്ള ഇതിനു പുറമെ കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് തുടങ്ങിയതായിട്ടുള്ള ആ ചടങ്ങുകൾ ക്ഷേത്ര കലകളിൽ, വാദ്യകലകളിൽ പെട്ടതായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നു. തുടർന്ന് അതിഗംഭീരമായ പഞ്ചാരി മേളത്തിന്, ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പഞ്ചാരി മേളത്തിന് ആദ്യത്തെ കോല് വീഴുകയായി. വളരെ കുറച്ച് സമയമേ ലഭിക്കുന്നുള്ളൂ. 2 മണിക്കൂർ 3 മണിക്കൂറിൽ താഴെ ലഭിക്കുന്നുള്ളൂ സമയം കൊട്ടാനെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള മേളം തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ മാറ്റൊലിയും ക്ഷേത്രത്തിനകത്ത് നടപ്പുരയിലും മതിൽക്കകത്തുമായിട്ടുള്ള ആ മേളപ്രപഞ്ചത്തിൻ്റെ മാറ്റൊലി എല്ലാവരെയും ആനന്ദലഹരിയിൽ ആഴ്ത്താറുണ്ട്. നാട്ടുകാരെല്ലാവരും അതിൽ പങ്കുചേർന്ന് ആ സന്തോഷം പങ്കുവയ്ക്കുന്നതോടുകൂടി 7 മണിക്ക് ശേഷം 7 മണിയോടുകൂടി 6:30, 7 എന്നുള്ള സമയത്തോടുകൂടി മേളം അവസാനിച്ചാൽ പിന്നെ ആറാട്ടുപുഴ ശാസ്താവ് തൈക്കാട്ടുശ്ശേരിയിലേക്കുള്ള പുറപ്പാടായി. ഉദ്ദേശം 8 മണിയോടുകൂടി 8 മണിക്ക് ശേഷം തൈക്കാട്ടുശ്ശേരിയിലേക്ക് ഒരാനപ്പുറത്ത് വാദ്യനാദസ്വരത്തിൻ്റെയും മറ്റ് ചെണ്ടമുട്ടിൻ്റെയും തുടങ്ങിയ മറ്റ് ആചാരസംബന്ധമായ ചടങ്ങുകളോടുകൂടി ഉള്ള ഭഗവാന്റെ എഴുന്നള്ളിപ്പ് തൈക്കാട്ടുശ്ശേരി വരെ ചെല്ലുകയും തൈക്കാട്ടുശ്ശേരിയിൽ ഇറക്കി എഴുന്നള്ളിച്ച് ഉച്ചയോടുകൂടി അവിടുത്തെ
ഉപചാരങ്ങളും മറ്റും കഴിഞ്ഞ് ചാത്തക്കുളം ശാസ്താവും ആറാട്ടുപുഴ ശാസ്താവും എല്ലാം ചാത്തക്കുളത്ത് വന്ന് ചാത്തക്കുളം ശാസ്താ ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച് വീണ്ടും അവിടെ നിന്ന് ഉപചാരങ്ങളോടുകൂടി ഉപചാരം കഴിഞ്ഞ് ശേഷം വൈകുന്നേരത്തോടു കൂടി ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നു.